Good morning. Today we are going to see the topic RFID. The RFID is actually a microchip that is integrated in certain products or certain devices which can store the information regarding that particular product, and it is also possible to track those devices if required. അപ്പോൾ അങ്ങനെ ഒരു ഡിവൈസാണ് നമ്മൾ RFID എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മളിപ്പോൾ കാണുന്ന എല്ലാ മേഖലകളിലും ഈ RFID നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിൻലി ലോജിസ്റ്റിക്സിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ പാഴ്സൽ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിൽ RFID ടാഗ് കൊടുത്തിട്ടാണ് അവർ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അത് ലോജിസ്റ്റിക്സിലേക്ക് കൈമാറുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണം അത് ആ ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു കൺസൈൻമെൻറ്റ് അല്ലെങ്കിൽ ആ കണ്ടെയ്നർ എവിടെ എത്തിയെന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതാണ് RFID എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം കൂടുതലായിട്ട്. അപ്പോൾ റേഡിയോ ഫ്രീക്വൻസി ID ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈക്രോചിപ്പ് വിത്ത് ആൻറ്റിന. അതിനകത്തൊരു മൈക്രോചിപ്പും ഉണ്ട്, ഒരു ആൻറ്റിന ഉണ്ടാവും. ഓക്കെ, ചിലത് നമുക്ക് ട്രാൻസ്പോണ്ടറും ഉണ്ടാവും, ട്രാൻസ്മിറ്ററും ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ആൻറ്റിന എന്ന് പറയുന്നത് നമുക്ക് ഒരു RFID റീഡറിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആൻറ്റിന ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്തുള്ള കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പോണൻസ് നമുക്കൊരു RFID ടാഗ് ഉണ്ട്. ഓക്കെ, ഈ RFID ടാഗാണ് നമ്മൾ ഡിവൈസിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളെ ബാഗേജസിലെല്ലാം ഈ RFID ടാഗ് ഘടിപ്പിച്ചിട്ടായിരിക്കും ഫ്ലൈറ്റിലേക്ക് ഈ സാധനം ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ അപ്പോൾ അത് അവർക്ക് എളുപ്പത്തിൽ അത് ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റും, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ RFID ടാഗ്, എന്നിട്ട് ഇത് റീഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഇൻഫർമേഷൻസ്, ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് RFID റീഡർ എന്ന് പറയുന്നത്. നമ്മളെ ബാർകോഡ് റീഡർ പോലത്തെ തന്നെയാണ് ഈ RFID റീഡർ എന്ന് പറയുന്നത്, അതുപോലത്തെ ഒരു ഡിവൈസാണ്. അപ്പോൾ RFIDയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻസ് ക്യാൻ ബി റെഡ് യൂസിങ് ദിസ് RFID റീഡർ. ഓക്കെ, this RFID reader is connected to a server application or a server or a database. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ഒരു സെർവറിലേക്കോ അല്ലെങ്കിൽ ഡാറ്റാബേസിലേക്കോ ആയിരിക്കും പോയി കിടക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ 3 കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ RFID ടാഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? RFID ടാഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മൈക്രോ ചിപ്പാണ്. ഇറ്റ് ഈസ് ഹാവിങ് ആൻറ്റിന. ദിസ് ആൻറ്റിന ഈസ് ട്യൂൺഡ് ടു റിസീവ് സിഗ്നൽ ഫ്രം ദ റീഡർ. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത് RFID ടാഗാണ്, ആ പർട്ടിക്കുലർ ചിപ്പിനെ കുറിച്ചാണ്, ഡിവൈസിനെ കുറിച്ചാണ്. അപ്പോൾ അതിനകത്തൊരു ആൻറ്റിന ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ റീഡറിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് അത് ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റീഡറിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഇതിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റീഡറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷനുണ്ട്. സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് RFID ടാഗ്സ് നമ്മൾ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആക്റ്റീവ് ടാഗും പാസീവ് ടാഗും. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു സെമി പാസീവ് ഉണ്ട്. അപ്പോൾ ആക്റ്റീവ് ടാഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാവിങ് ഓൺ ബോർഡ് ട്രാൻസ്മിറ്റർ. ഇതിനകത്ത് തന്നെ ഇൻബിൽറ്റ് ട്രാൻസ്മിറ്റർ ഉണ്ട്, അതിന് സ്വന്തമായിട്ട് ബാറ്ററി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇൻഫർമേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ ടാഗിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവ് ഇതിനകത്തുണ്ട്. അതാണ് ആക്റ്റീവ് ടാഗ്സ് എന്ന് പറയുന്നത്. സെമി പാസീവ് എന്ന് പറയുമ്പോഴത്തേക്കും ട്രാൻസ്മിറ്റർ ഇല്ല, പക്ഷേ അതിന് സ്വന്തമായിട്ട് ഒരു ബാറ്ററി ഉണ്ട്. ഓക്കെ, ബാറ്ററി ഉണ്ട്, അതിൻ്റെ ആൻറ്റിന ഉണ്ട്. ക്ലിയർ? പാസീവ് ടാഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതിനകത്ത് ബാറ്ററി ഒന്നുമില്ല. ഇത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ റീഡറിൻ്റെ പവർ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് ഓപ്പറേറ്റഡ് ബൈ ദ പവർ റിസീവ്ഡ് ഫ്രം ദ റീഡർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടാഗ് ഫ്രീക്വൻസി. ഈ ടാഗിൽ പല റേഞ്ചിലുള്ള ഫ്രീക്വൻസി ലെവലിലുള്ള ടാഗ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി ടാഗ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നതാണ് എഴുതിയിരിക്കുന്നത് 50 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഫ്രീക്വൻസി 125 kHz. ഇറ്റ് ഈസ് മെയിൻലി യൂസ് ഫോർ ട്രാക്കിംഗ് ദ പെറ്റ്സ്. നമ്മുടെ ഈ പെറ്റ്സുകൾക്ക്, ഇപ്പോൾ ഈ പശുക്കൾക്കും എല്ലാം നമ്മളൊരു RFID ടാഗുകൾ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ലോ ഫ്രീക്വൻസി ടാഗുകൾ. പിന്നെ മീഡിയം ഫ്രീക്വൻസി ഉണ്ട്, അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 3 മീറ്റർ വരെ കിട്ടും. ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി 13.56 MHz. ഇതൊക്കെയാണ് നമ്മൾ ID കാർഡ്സിലെല്ലാം യൂസ് ചെയ്യുന്നത്, ഈ ടൈപ്പാണ്. ദെൻ അൾട്രാ ഹൈ ഫ്രീക്വൻസി ടൈപ്പ് ടാഗുകളുണ്ട്. അതിൻ്റെ റേഞ്ച് അപ്രോക്സിമേറ്റ്ലി ഇറ്റ് വിൽ ബി അറൗണ്ട് 10 മീറ്റർ. ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി 900 MHz. ഇത് നമ്മളെ ലോജിസ്റ്റിക് ട്രാൻസ്പോർട്ടേഷൻ പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണിത്. നമ്മൾ ഒരു ആമസോണിൽ നിന്നൊരു പാഴ്സൽ വല്ലതും വരികയാണെങ്കിൽ നമ്മൾ അതിനകത്ത് RFID ടാഗ് വെച്ചിട്ടായിരിക്കും അതിന് നമ്മൾ സെൻഡ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്കത് എവിടെ എത്തിയെന്നുള്ളത് നമുക്കത് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാനും അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇതാണ് ഡിഫറെൻറ്റ് ടാഗ് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ടാഗ്സ്. ടാഗുകൾ നമ്മൾ പല രീതിയിൽ പല ക്ലാസ്സുകളിൽ നമ്മൾ അതിനെ തിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ടാഗ്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ആക്റ്റീവ്, പാസീവ്, സെമി ആക്റ്റീവ്. EPC ഗ്ലോബൽ പ്രപ്പോസ്ഡ് എ ക്ലാസിഫിക്കേഷൻ സ്കീം. ഇപ്പോൾ EPC ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡർഡൈസേഷൻ സ്കീമാണ്, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ബോഡിയാണ്. അവർ ഈ ടാഗിനെ ഫർദർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ആക്റ്റീവ്, പാസീവ്, സെമി ആക്റ്റീവിൽ തന്നെ അവർ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ് 0, ക്ലാസ് 1, ക്ലാസ് 2 അതാണ് അതിൻ്റെ 3 പാസീവിൽ 3 ക്ലാസിഫിക്കേഷൻ വരുന്നത് അതിലാണ്. ക്ലാസ് 0, ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2 അതാണ് പാസീവ് എന്ന് പറയുന്നത്. ക്ലാസ് 3 എന്ന് പറയുന്നതാണ് സെമി പാസീവ്. ക്ലാസ് 4ന് മുകളിലുള്ള ക്ലാസ് 4ഉം അതിന് മുകളിലുള്ളതുമാണ് ഏത് ആക്റ്റീവ് ടാഗുകളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ അത് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കിയേക്കുക. സോ ദ മെയിൻ പ്രോബ്ലം വിത്ത് ദിസ് ടാഗ് ഈസ് ദാറ്റ് മൾട്ടിപ്പിൾ ടാഗ് റീഡിങ് വിത്തിൻ എ പർട്ടിക്കുലർ റേഞ്ച്. ബിക്കോസ് ഈ ഒരു റേഞ്ചിനകത്ത് ഒരു കാർഡ് റീഡറിൻ്റെ അല്ലെങ്കിൽ ഒരു ടാഗ് റീഡറിൻ്റെ റേഞ്ചിനകത്ത് ഒരു മൾട്ടിപ്പിൾ ടാഗ്സ് ഉണ്ടാവും. അപ്പം ഈ റീഡർ ഒരു സിഗ്നൽ കൊടുക്കുമ്പോഴത്തേക്കും ഈ മൾട്ടിപ്പിൾ ടാഗ്സ് അത് റീഡ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അത് ഏതെങ്കിലും ഒരു ടാഗിനുള്ള ഇൻഫർമേഷൻ ആയിരിക്കും, പക്ഷേ മൾട്ടിപ്പിൾ ടാഗ്സ് അത് റീഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതാണ് കൊളിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോണത്. സോ ഹിയർ എ റീഡർ സെൻസ് എ റീഡ് സിഗ്നൽ ആൻഡ് മൾട്ടിപ്പിൾ ടാഗ്സ് റെസ്പോണ്ട് അറ്റ് ദ സെയിം ടൈം. ഓക്കെ, റീഡ് സിഗ്നൽ കൊടുക്കുന്നു, മൾട്ടിപ്പിൾ ടാഗ്സ് അത് റീഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ കൊളിഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് സർട്ടൺ മീഡിയം ആക്സസ് കൺട്രോൾ പ്രോട്ടോക്കോൾസ്. ഇപ്പോൾ 2 മെത്തേഡ്സാണ്. സ്ലോട്ടഡ് റാൻഡം ആൻറ്റി കൊളിഷൻ പ്രോട്ടോക്കോളും അഡാപ്റ്റീവ് ബൈനറി ട്രീ പ്രോട്ടോക്കോളുമാണ്. ഓക്കെ, ഇപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പർട്ടിക്കുലർ സ്ലോട്ട് ഓരോന്നിനും ഓരോ സ്ലോട്ട് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രോബബിലിസ്റ്റിക്കാണ്. അതായത് നമുക്ക് ഓരോ സമയത്തും അതിൻ്റെ റാൻഡമായിട്ടായിരിക്കും അതിനുള്ള സ്ലോട്ട് കിട്ടുന്നത്. ഇത് ഡിറ്റർമിനിസ്റ്റിക്കാണ്. ഓക്കെ, അതിൻ്റെ റിസൾട്ട് എപ്പോഴും സെയിം തന്നെയായിരിക്കും. അത് ഒരു ആ പ്രോട്ടോക്കോളിൽ ഒരു റൂൾ വെച്ചിട്ടുണ്ട്. ആ റൂൾ വെച്ചിട്ടായിരിക്കും എപ്പോഴും അത് ഈ ടാഗിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്ലോട്ട് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ അൽഗോരിതത്തിനെ കുറിച്ച് പ്രോട്ടോക്കോൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇതെന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ദീസ് പ്രോട്ടോക്കോൾസ് പെർഫോം സിംഗുലേഷൻ. ഓക്കെ, ഇപ്പോൾ ഈ ID കാർഡിൽ ഈ RFIDയിൽ നമ്മൾ RFID കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് സിംഗുലേഷൻ എന്ന് പറയും. ഓക്കെ, സോ ദേ സീക്വൻഷ്യലി ഐഡൻറ്റിഫൈ ഓൾ ടാഗ്സ് വിത്തിൻ ദ റേഞ്ച്. ആ റേഞ്ചിനകത്തുള്ള എല്ലാ ടാഗുകളെയും സീക്വൻഷ്യലി ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെക്കാനിസത്തിനെയാണ് സിംഗുലേഷൻ എന്ന് പറയുന്നത്. വിത്തൗട്ട് എനി കൊളിഷൻ കൂടാതെ എല്ലാ ടാഗുകളും അതിൻ്റെ റീഡറിനെ ആക്സസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് സിംഗുലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പെയറിംഗ് എന്നൊക്കെ പറയും, ബ്ലൂടൂത്തിൽ പെയറിംഗ് എന്നൊക്കെ പറയുന്നൊരു ടേമാണ് സിംഗുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണിത്? സീക്വൻഷ്യലി ഐഡൻറ്റിഫൈ ഓൾ ടാഗ്സ് വിത്തിൻ ദ റേഞ്ച്. ഓക്കെ, അപ്പോൾ ഓരോ ആ റേഞ്ചിനകത്തുള്ള എല്ലാ ടാഗുകളെയും അത് സീക്വൻഷ്യലായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യും ഈ റീഡർ. ഓക്കെ, അതാണ് സിംഗുലേഷൻ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് RFID. ഇപ്പോൾ RFIDയുടെ ആപ്ലിക്കേഷൻ നമുക്കറിയാം, മെയിൻലി നമുക്ക് ഈ ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ ട്രാക്കിങ്ങിനാണ്. 2 രീതിയിലാണത്. ഇതിലിപ്പോൾ 2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ട്രാക്കിംഗ് ഇൻ റീറ്റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. നമുക്കൊരു റീറ്റെയിൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നമ്മളെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞ ഇതിലാണ്, RFIDയിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു മെമ്മറി ഉണ്ട്. ആ മെമ്മറിക്കകത്ത് അതിൻ്റെ പ്രോഡക്റ്റ് കോഡും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും എല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടാവും. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ആകുമ്പോഴത്തേക്കും നമ്മൾ ഓരോ പ്രോഡക്റ്റുകൾ കൺസൈൻമെൻറ്റായിട്ട് അല്ലെങ്കിൽ കണ്ടെയ്നറിൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതെവിടെ എത്തിയെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അവിടെയെല്ലാമാണ് ഈ RFID നമ്മൾ അവിടെ മാത്രമല്ല ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ നമ്മൾ ഈ 2 മാത്രം നോക്കിയാൽ മതി. എക്സാമ്പിൾ, റീറ്റെയിൽ സ്റ്റോർ. ഈച്ച് പ്രോഡക്റ്റ് ഹാസ് ആൻ RFID ടാഗ്. ഓരോ പ്രോഡക്റ്റിനും ഒരു RFID ടാഗ് കൊടുത്തിട്ടുണ്ട്. RFID ടാഗ് ആൻഡ് ദ റീഡർ ഡു നോട്ട് നീഡ് ടു ബി ഇൻ ദ ലൈൻ ഓഫ് സൈറ്റ്. നമ്മൾ ബാർകോഡ് റീഡ് ചെയ്യുന്ന കണക്ക് ഇത് ലൈൻ ഓഫ് സൈറ്റിൽ വന്ന് റീഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ RFID ടാഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ആ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും സ്റ്റോളൻ ആ പ്രോഡക്റ്റ് സ്റ്റീലിംഗ് വല്ല നടക്കുകയാണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പോൾ RFID ടാഗുകളൊന്നും ടാമ്പർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അത് എന്തെങ്കിലും സ്റ്റീലിംഗ് നടക്കുകയാണെങ്കിൽ ഉടനെ അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സോ റീഡർ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ദ ടാഗ്സ് ഇൻ ദ കസ്റ്റമേഴ്സ് കാർട്ട്. ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ കാർട്ടിൽ ഉള്ള ആ പ്രോഡക്റ്റിൽ അടങ്ങിയിരിക്കുന്ന ടാഗും റീഡറുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് ഇൻ കേസ് അയാൾ സ്റ്റീൽ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും, അതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പം ടാഗ് റെസ്പോണ്ട് ബൈ ദ EPC. അപ്പോൾ ഈ ടാഗുകൾ എന്താണ് അങ്ങോട്ട് അയക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോണിക് പ്രോഡക്റ്റ് കോഡാണ് അത് അങ്ങോട്ട് അയക്കുന്നത്. അതായത് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഇപ്പോൾ ഒരു ഡ്രസ്സാണെങ്കിൽ ആ ഡ്രസ്സിന്, ഒരു ഷർട്ടാണെങ്കിൽ ആ ഷർട്ടിന് ഒരു പ്രോഡക്റ്റ് കോഡ് ഉണ്ടാവും. ആ പ്രോഡക്റ്റ് കോഡ് വെച്ചിട്ടായിരിക്കും അതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് ദ ഇലക്ട്രോണിക് പ്രോഡക്റ്റ് കോഡ്. ഈ പ്രോഡക്റ്റ് കോഡ് എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിൻ്റെ, ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇൻഫർമേഷനാണ് EPC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ EPC എന്ന് പറയുന്നത് ഇലക്ട്രോണിക് പ്രോഡക്റ്റ് കോഡാണ്. അപ്പോൾ ഇതിൽ ഒരു 66 to 96 ബിറ്റ്, 64 to 96 ബിറ്റിലാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ സ്പെസിഫൈ ഉണ്ട്, അതിനകത്ത് എന്തൊക്കെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? ദ മാനുഫാക്ചറർ, ദ പ്രോഡക്റ്റ് ടൈപ്പ്, ദ യുണീക്ക് സീരിയൽ നമ്പർ ഓഫ് ദാറ്റ് ഐറ്റം. ഓക്കെ, അതിൻ്റെ മാനുഫാക്ചറർ ആരാണ്, എന്ത് പ്രോഡക്റ്റാണ്, പിന്നെ അതിൻ്റെ യുണീക്ക് നമ്പർ, സീരിയൽ നമ്പർ എന്താണെന്നുള്ളത്. ഓക്കെ, ദ റീഡർ ഈസ് കണക്റ്റഡ് വിത്ത് ദ ബാക്ക് എൻഡ് സിസ്റ്റം. അപ്പോൾ ഈ റീഡർ എന്ന് പറയുന്നത് അവിടുത്തെ ആ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ആ ഒരു റീറ്റെയിൽ സ്റ്റോറിൻ്റെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു സെർവറിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ റീഡർ റീഡ്സ് ദ ടാഗ് ആൻഡ് ഫോർവേഡ് ടു ദ സെർവർ. ഇപ്പോൾ റീഡർ ആ ടാഗ് റീഡ് ചെയ്തിട്ട് അത് ഡാറ്റാബേസുമായിട്ട് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ പ്രോഡക്റ്റ് അവിടെ ഉണ്ടോ എന്നുള്ളത്, ഓക്കെ, അത് ഓൾറെഡി സ്റ്റോക്കിലുള്ളതാണോ അല്ലെങ്കിൽ ആഡ് ചെയ്യാനുള്ളതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും. ദ സെർവർ മെയിൻറ്റെയിൻസ് ഇൻഫർമേഷൻ ലൈക്ക് ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ്, എക്സ്പയറി ഡേറ്റ്, കറണ്ട് ലൊക്കേഷൻ ഓഫ് ദ ഐറ്റം എക്സെട്ര. ഇപ്പോൾ സെർവറിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? സെർവറിനകത്ത് മെയിൻറ്റെയിൻസ് ഇൻഫർമേഷൻ ലൈക്ക് അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, കറണ്ട് ലൊക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അതിനകത്ത് ഉള്ളത്. അപ്പം നമുക്ക് ഒരു ടാഗുണ്ട്, ഒരു റീഡറുണ്ട്, ഒരു സെർവറും ഉണ്ട്. ഓക്കെ, നമ്മൾ റീഡറും സെർവറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. EPC നമ്പർ പോയിൻറ്റ്സ് ടു ദീസ് ഡാറ്റ. ഇപ്പോൾ EPC നമ്പറും ഈ ഡാറ്റയായിട്ട്, അതായത് ഈ സെർവറിനകത്തുള്ള ഡാറ്റയായിട്ട് അത് മാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയുകയാണെങ്കിൽ ആ പ്രോഡക്റ്റ് ഏതാണെന്നുള്ളത് നമുക്ക് ഈ സെർവറിൽ നിന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഉടനെ നമ്മൾ പോയി ആ പ്രോഡക്റ്റ് നമ്മൾ മാറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ദ സെർവർ ക്യാൻ റിപ്പോർട്ട് ടു എനി റീഓർഡറിങ്, റീപ്ലേസ്മെൻറ്റ് ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ സെർവറിന് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും സ്റ്റോളനോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും പ്രോഡക്റ്റിൽ എന്തെങ്കിലും മാറ്റി കൊടുക്കുകയോ റീപ്ലേസ്മെൻറ്റോ വല്ലതും റീഓർഡറിങ് വല്ലതും വരികയാണെങ്കിൽ ഇത് ഉടനെ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും, അത് ഉടനെ അത് റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത് ഈ ടാഗും നമ്മുടെ റീഡറും ഈ സെർവറായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു RFID സിസ്റ്റം പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു ടാഗുണ്ട്, ടാഗ് വയർലെസ് ആയിട്ട് അതിൻ്റെ ഒരു റീഡറിൻ്റെ ഒരു ആൻറ്റിനയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻറ്റിന അതിൻ്റെ ഇൻഫർമേഷൻസ് ക്യാപ്ചർ ചെയ്ത് റീഡറിന് കൊടുക്കുന്നു. ആ റീഡർ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടർ ഓർ ദ സെർവർ ഓർ ദ ഡാറ്റാബേസ്. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് എല്ലാം ഇതിനകത്ത് സ്റ്റോർഡ് ആണ്. ഇനി അടുത്ത ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം. ട്രാൻസ്പോർട്ടേഷനിൽ RFIDയുടെ ആപ്ലിക്കേഷൻ എന്താണ്? ടു ട്രാക്ക് ദ ഷിപ്മെൻറ്റ് ടാഗ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ കേസസ് ആൻഡ് കണ്ടെയ്നേഴ്സ്. അതായത് ഷിപ്പ് ചെയ്ത പ്രോഡക്ട്സിലെല്ലാം നമ്മൾ ഈ ടാഗ്സ് നമ്മൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടെയ്നേഴ്സിലും കേസസിലും ഒക്കെ. അപ്പോൾ ഈച്ച് ഐറ്റം ഹാസ് എ RFID ടാഗ്. ഓരോ പ്രോഡക്റ്റിനും ഓരോ RFID ടാഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എസ് ഒരു സപ്ലയർ, എസ് എന്ന് പറയുന്ന ഒരു സപ്ലയർ, ഡി എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ പോയിൻ്റ്, ഈ പ്രോഡക്റ്റുകളെല്ലാം വന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഓരോ ലൊക്കേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഡിസ്ട്രിബ്യൂഷൻ പോയിൻ്റ് എന്ന് പറയുന്നത്. I1, I2, I3 ഈസ് ദ ഇൻ്റർമീഡിയറ്റ് ഹോൾട്ടിംഗ് പോയിൻറ്റ് ബിറ്റ്വീൻ എസ് ആൻഡ് ഡി. അതായത് നമുക്ക് അതായത് സപ്ലയർ കൊടുക്കുന്നത് ഒരു ലൊക്കേഷനാണെങ്കിൽ അവസാനം എത്തുന്നത് അവസാനത്തെ ലൊക്കേഷൻ അതാണ്. അപ്പോൾ അവസാനത്തെ ലൊക്കേഷൻ എത്തുന്നതിന് മുമ്പ് ഒരു ഇൻ്റർമീഡിയറ്റ് പാത്തുകളുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബോംബെയിൽ നിന്ന് ഒരു ട്രിവാൻഡ്രത്തേക്ക് വരുന്ന ഒരു പ്രോഡക്റ്റ്
അത് ഡയറക്റ്റായിട്ട് ട്രിവാൻഡ്രത്തായിരിക്കില്ല വരുന്നത്. അത് നേരെ ബാംഗ്ലൂരിലുള്ള ഇവിടെ നിന്ന് വന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് അവിടെ ഹബ്ബിൽ നിന്നാണ് അത് പല പല ലൊക്കേഷനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ബാംഗ്ലൂർ എന്ന് പറയുന്ന ആ ഇൻ്റർമീഡിയറ്റ് ഹബ്ബാണ് ഈ I2, I1, I2, I3 എന്നൊക്കെ പറയുന്നത്, ഹോൾട്ടിംഗ് പോയിൻറ്റ്. ഹിയർ ഗുഡ്സ് ആർ അൺലോഡഡ് ആൻഡ് ലോഡഡ് ടു ദ ഡിഫറെൻറ്റ് ലൊക്കേഷൻ. ഇപ്പോൾ ഇവിടെ നിന്നാണ് ഗുഡ്സുകൾ അത് കളക്ട് ചെയ്ത് സോർട്ട് ചെയ്ത് പല ലൊക്കേഷനിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. RFID readers can be used to monitor the arrival and departure time of each container. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പം ഇവിടെ വന്ന് അവർ റീഡ് ചെയ്യുമ്പോഴാണ് ഇന്ന സ്ഥലത്ത് ഇത് എത്തിയെന്നുള്ളത് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ ഇൻ്റർമീഡിയറി ഹോൾട്ടിംഗ് പോയിൻറ്റുകളിൽ ഈ പ്രോഡക്റ്റുകൾ എത്തുമ്പോഴാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. അതിൽ ബാംഗ്ലൂർ ഹബ്ബിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ വന്നിട്ട് ഈ RFID റീഡേഴ്സ് അവർ സ്കാൻ ചെയ്യും. ഓക്കെ, റീഡർ വെച്ച് തന്നെ മോണിറ്റർ ചെയ്തിട്ട് ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എടുക്കും. ഓക്കെ, എന്നിട്ടത് നമ്മുടെ സെർവറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ആമസോണിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അത് ഇപ്പം ബോംബെയിൽ നിന്ന് ട്രിവാൻഡ്രത്ത് വരുന്ന ഒരു പ്രോഡക്റ്റ് ബാംഗ്ലൂർ വരുമ്പോഴത്തേക്കും അത് RFID സ്കാൻ ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ആമസോണിൻ്റെ സെർവറിലേക്ക് ആ സിസ്റ്റത്തിലേക്ക് അത് സേവ് ആവും. എന്ത് സേവ് ആവും? ഈ പ്രോഡക്റ്റ് ഈ ലൊക്കേഷനിലെത്തി, ബാംഗ്ലൂരിലെത്തി എന്നുള്ള ഇൻഫർമേഷൻ സേവ് ആവും. ഓക്കെ, അവിടെ നിന്ന് ചിലപ്പം ട്രിവാൻഡ്രത്ത് വരുന്നതിന് മുമ്പ് ചിലപ്പം കൊച്ചിയിൽ, എറണാകുളത്തായിരിക്കും അടുത്ത ഇൻ്റർമീഡിയറി പോയിൻറ്റ്. അവിടെ എത്തുമ്പോൾ വീണ്ടും അത് സ്കാൻ ചെയ്യും. ആമസോണിൻ്റെ ആ ട്രാക്കിംഗ് പോർട്ടൽ അപ്ഡേറ്റഡ് ആവും. ഓക്കെ, ഇതെല്ലാം ചെയ്യുന്നത് ഈ പറഞ്ഞ RFID സ്കാൻ ചെയ്തതിന് ശേഷമാണ്. ഓക്കെ, ഇപ്പോൾ RFID readers can be used to monitor the arrival and departure time of each container. ഓക്കെ, അല്ലെങ്കിൽ പ്രോഡക്റ്റ്. ആ ഓരോ പ്രോഡക്റ്റിൻ്റെയും അറൈവലും ഡിപ്പാർച്ചർ ടൈം നമുക്കത് ഡിപ്പാർച്ചർ ടൈം കാര്യങ്ങളെല്ലാം അതിനകത്ത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ദ കസ്റ്റമർ ഓർ ദ സപ്ലയർ ക്യാൻ മോണിറ്റർ ദ സ്റ്റാറ്റസ് ഓഫ് ദ ഐറ്റം. അവർക്ക് സ്റ്റാറ്റസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈവൻ ദ സ്റ്റോളൻ ഓർ മിസ്പ്ലേസ്ഡ് ഐറ്റം ഡീറ്റെയിൽസ് ക്യാൻ ബി മോണിറ്റർഡ്. ഓക്കെ, അത് ഇൻ കേസ് അത് സ്റ്റോളൻ ആവുകയോ അല്ലെങ്കിൽ മിസ്പ്ലേസ്ഡ് ആവുകയോ ചെയ്യണമെങ്കിൽ വി ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ. ഇപ്പോൾ നമുക്കിത് പ്രോഡക്റ്റ് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ നമ്മുടെ പാഴ്സൽ സെക്ഷനിൽ ചെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഈസി ആയിട്ട് അത് ട്രാക്ക് ചെയ്യാൻ പറ്റും ആ പ്രോഡക്റ്റ് ഇപ്പോൾ എവിടെയാണെന്നുള്ളത്. ഓക്കെ, ദിസ് ഈസ് ദ എക്സാമ്പിൾ ഫോർ ആപ്ലിക്കേഷൻ ഓഫ് RFID ഇൻ ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, നൗ സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻ RFIDയിൽ നമ്മൾ കാണുന്ന ചില സെക്യൂരിറ്റി ഇഷ്യൂസാണ് ഇൻഫർമേഷൻ ലീക്കേജ് ത്രൂ ഈവ്സ് ഡ്രോപ്പിംഗ്. ഇപ്പോൾ നമുക്ക് ഈ റീഡറും ടാഗും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സമയത്ത് അതെല്ലാം വയർലെസ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഏതെങ്കിലും ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു റീഡർ വെച്ചിട്ട് ആ ഇൻഫർമേഷൻസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഈവ്സ് ഡ്രോപ്പിംഗ്. ഇൻ ബിറ്റ്വീൻ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ റീഡർ ആൻഡ് ദ ടാഗ്. ഓക്കെ, റീഡ് കമാൻഡ് സ്പൂഫിംഗ്. റീഡ് കമാൻഡ് സ്പൂഫിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. അതാണ് ഈ പറഞ്ഞ അറ്റാക്ക് എന്ന് പറയുന്നത്. ദ ടാഗ് റിവീൽ ഇൻഫർമേഷൻ ടു അൺഓതറൈസ്ഡ് റീഡർ. ഓക്കെ, ഇപ്പോൾ ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള റീഡർ ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണെങ്കിൽ ടാഗ് അത് എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അതിനാണ് റീഡ് കമാൻഡ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡാറ്റ കറപ്ഷൻ. ഡാറ്റ ഇതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ടാഗിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ടാമ്പർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അൺഓതറൈസ്ഡ് റീഡ് ഓർ റൈറ്റ് ഇൻ ദ ടാഗ് മെമ്മറി കറപ്റ്റിംഗ് ഇറ്റ് വിത്ത് ഫോൾസ് ഡാറ്റ. ഓക്കെ, കാരണം ഈ ടാഗിനകത്ത് മെമ്മറി ഉണ്ട്, അതിനകത്ത് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഒരു പ്രോഡക്റ്റിനെ കുറിച്ചോ അതിൻ്റെ ലൊക്കേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അതെല്ലാം ടാമ്പർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സ്പൂഫ്ഡ് ടാഗ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പ്രോഡക്റ്റിൻ്റെ ടാഗ് എടുത്ത് വച്ചിട്ട് വേറൊരു ക്ലോൺഡ് ടാഗ് എടുത്ത് വയ്ക്കും. ഓക്കെ, വേറൊരു ക്ലോൺഡ് ടാഗ് എടുത്ത് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. റീപ്ലേസ് ദ ഒറിജിനൽ പ്രോഡക്റ്റ് ബൈ എ ഡ്യൂപ്ലിക്കേറ്റ് വൺ വിത്ത് എ ക്ലോൺഡ് ടാഗ്. അപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് എടുത്ത് വെച്ചിട്ട് ഒരു ക്ലോൺഡ് ടാഗ് അതിൻ്റെ അതേപോലെ ഇരിക്കുന്ന വേറൊരു ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റിനകത്ത് കൊണ്ട് പ്ലേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ വയലേഷൻ ഓഫ് യൂസർ പ്രൈവസി. ഇത് ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. കാരണം ഈ RFID ടാഗ് ഒരു പ്രോഡക്റ്റിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും ആ യൂസറിനെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, RFID ടാഗ് അറ്റാച്ച് ടു എ പ്രോഡക്റ്റ് ക്യാൻ റിവീൽ ദ കസ്റ്റമർ ഡീറ്റെയിൽസ്, ലൊക്കേഷൻ, അതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് മെയിനായിട്ടുള്ള ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതാണ് യൂസർ പ്രൈവസി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ സെക്യൂരിറ്റി ഇഷ്യൂസ് RFIDയിൽ ഉള്ളതാണ്.